ഇക്കത് എന്തിന്റെ കേടായെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ കേടാന്ന് അറിയില്ല. പക്ഷെ കാര്യം എന്താന്ന് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അതെന്താന്ന് കാണിക്കണതിന്റെ മുന്നേ ഒരു കാര്യം പറയാണ്ട്, കുറച്ച് ദിവസം മുന്നേ ഒരു കുട്ടി ഇൻഷാ ബോർഡ് മീറ്റിംഗ് ചലഞ്ച് ചെയ്യോ പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കളിയാക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാനൊരു സത്യം പറയാ, സത്യമായിട്ട് എനിക്ക് ആ ചലഞ്ച് എന്താന്ന് അറിയില്ല. കുറെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കിട്ടിയില്ല കേട്ടോ അതെന്താന്ന്. അപ്പൊ അതെന്താന്ന് അറിയണോരോന്ന് കമന്റ് ചെയ്യണേ, നമുക്ക് പറ്റുകയാണെങ്കിൽ എന്തായാലും ചെയ്യാൻ നോക്കാം. അതിന്റെ ഇടയിൽ 2 പേര് വന്നു പോയതൊന്നുമല്ല, കുറച്ച് ദിവസം മുന്നേ പേര് പറയോ പറഞ്ഞിട്ട് 2 കുട്ടികൾ കമന്റ് ഇട്ടിട്ടുണ്ട്, അസിഫ ഫാത്തിമ ആൻഡ് സോന. അപ്പൊ രണ്ടാക്കും ഒരു ബിഗ് ഹായ്. പിന്നെ ഈ നാരങ്ങേണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ 3 എണ്ണം കറക്കിയിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കില്ലേ, അതാണ്. അറിയാത്ത പണിക്ക് നിൽക്കണ്ട വെച്ചിട്ട് ഒരു വട്ടം ഞാൻ പരീക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വീണ് നാരങ്ങയുടെ ഒരു പണി കഴിഞ്ഞേനെ. പിന്നെ നമ്മൾ വിചാരിച്ച സാധനം ഉണ്ടാക്കുമ്പോ കണ്ട് അളിഞ്ഞിരിക്കും, അതുകൊണ്ട് വല്ലാണ്ട് കൊപ്രായത്തിന് നിൽക്കാതിരിക്കാണ് നല്ലത്. അപ്പൊ ഒത്തിരി പേര് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാരങ്ങന്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഉപ്പിലും മുളകിലൊക്കെ ഇട്ടിട്ട് നല്ല ഗംഭീരത്തിൽ കഴിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ വായിലേക്ക് വെച്ചപ്പോഴാണ് ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കിയത്. പുണ്ണാണോ മുറിയാണോ എന്നൊന്നും അറിയില്ല, എന്തായാലും അതുപോലെ തോന്നുന്ന എന്തോ എന്റെ വായലുണ്ട്. അത് ഈ നാരങ്ങ ഉപ്പിലും മുളക് പൊടിയിലും മുക്കിയിട്ടുണ്ട് വായക്ക് വെച്ചപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. പെട്ടെന്ന് മുളക് പൊടി എൻ്റെ തട്ടിയപ്പോണ്ടല്ലോ ഒരു വല്ലാത്ത നീറ്റലൊക്കെ ഉണ്ടിച്ചാല് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാര്യം ചുണ്ടിലാട്ടോ മുറി, വായന്റെ ഉള്ളിൽ അങ്ങനെ മുറിയൊന്നുമില്ല, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. ചുണ്ടില് തട്ടാതെ കഴിക്കാലോ. കുറച്ച് നേരം ഇതുപോലെ നീറിയിട്ട് അന്തം വിട്ട് നിന്നിക്കണെന്ന് വെച്ചാല് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ചുണ്ടുമ്പോ തട്ടാതെ ഞാൻ എന്തായാലും നാരങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയില് ക്ലേനെ പറ്റി പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലേ ഇതുപോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വല്ലാണ്ട് വൈകിപ്പിക്കണ്ട കരുതിയിട്ട് ഇന്നലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ക്ലേനെ പോലെ അല്ലാട്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചലഞ്ചോ വേണമെങ്കിൽ കമന്റ് ചെയ്യണം, നമുക്ക് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ, ശരി, ബൈ.